സോ അങ്ങനെ ഇന്ത്യൻ ടൂവിൻ്റെ ട്രെയിലർ എത്തിയിരിക്കുകയാണ്. ട്രെയിലർ കണ്ടു. എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു പഞ്ചില്ലാത്ത ട്രെയിലർ എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മളെ പണ്ടത്തെ ശങ്കറിൻ്റെ ഇന്ത്യൻ മൂവി. സോ ആ ഒരു മൂവിയിൽ എത്ര അടിപൊളി മൂവിയാണ്. അപ്പം തന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടോ കാര്യങ്ങളോ ഇനി വരേണ്ട ആവശ്യമില്ല എന്ന് തന്നെ എനിക്ക് തോന്നിയിരുന്നു. ഇപ്പോൾ ഈ ഒരു സിനിമേൻ്റെ അനൗൺസ് വന്നപ്പം തന്നെ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായി, ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ബട്ട് ഈ ട്രെയിലർ ഇറങ്ങിയപ്പം തന്നെ എനിക്ക് ട്രെയിലർ കണ്ടപ്പം ഉള്ള എക്സ്പെക്റ്റേഷൻസ് തന്നെ സീറോ ആയ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ പേരെന്തായാലും സീറോ ടോളറൻസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ സീറോ എക്സ്പെക്ടേഷൻ ആണ് എൻ്റെ മനസ്സിലിപ്പം ഓടിക്കൊടുക്കുന്നത്. ഒന്നുമില്ല, ഇത് സത്യമായ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ അങ്ങനത്തെ ഒരു സാധനമായിട്ടാണ് ഇതിൻ്റെ അകത്ത് പറ്റിയിട്ടുള്ളത്. ഏതൊരു തമിഴ് കൊമേഴ്ഷ്യൽ സിനിമയുടെ ട്രെയിലർ കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അതുമാത്രമല്ല, കമലഹാസൊക്കെ ഇതിനകത്ത് ബോഡിയൊക്കെ കാണിച്ച് ഫൈറ്റ് ചെയ്യുന്ന സീക്വൻസ് ആണ്. ആ ഒരു ക്യാരക്ടർ ഇപ്പോൾ എത്ര 200 വയസ്സെല്ലാം കാണുന്നിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരാളെ പിടിച്ചിട്ട് ഇന്ത്യൻ 1 കണ്ടവർക്ക് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ആ ഒരു ക്യാരക്ടറിൻ്റെ വയസ്സും കാര്യങ്ങളെല്ലാം. സ്വന്തം മോനെ തന്നെ അറിയാലോ. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടറെല്ലാം വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫ്യൂച്ചർ, ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഈ ഒരു 2ാം ഭാഗം എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ട്രെയിലർ കണ്ടപ്പോൾ. സത്യം പറഞ്ഞാൽ ഉള്ള എക്സ്പെക്റ്റേഷൻ കുറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. എൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മൊത്തം ആക്ഷൻ സീക്വൻസും ഒരു മാസ് സാധനം പിടിച്ചിട്ടാണ് പോയത്. ഒരു ഫാൻ ബോയ് സംഭവം പോലെയാണ് കൊണ്ടുപോകുന്ന പോലെ തോന്നുന്നത്. പക്ഷെ എന്തോ എനിക്ക് തീരെ ഒരു പഞ്ചമില്ലാത്ത, ഒരു കാര്യമില്ലാന്ന് തോന്നിക്കുന്ന ഒരു ട്രെയിലർ എനിക്ക് ഫീൽ ചെയ്തു. ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗാണ് വന്നത്. പിന്നെ ഇതിനകത്ത് SJ സൂര്യയെല്ലാം ഉണ്ട്. ബട്ട് എന്താ പറയുക, ഏതൊരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഇനി 3ാം ഭാഗം വരെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി 3ാം ഭാഗം വരത്തിൻ്റെ ഷൂട്ടിംഗ് വരെ കുറച്ചെല്ലാം എടുത്ത് വെച്ചതെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട് ഈ റൂമേഴ്സെല്ലാം. അപ്പോൾ അതിൻ്റെ അവസ്ഥയെ ഞാൻ ചിന്തിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഒന്നുമില്ല, അതേ കറപ്ഷൻ കാര്യങ്ങൾ അതന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ട്രെയിലർ കണ്ടായിരിക്കും എല്ലാവർക്കും അറിയാം ആ ഒരു സബ്ജക്റ്റിൻ്റെ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഒരു പുതുമ എന്ന് പറഞ്ഞ സംഭവം ഇതിനകത്ത് കൊണ്ടുപോയിട്ടില്ല. ശങ്കറിൻ്റെ മുന്നത്തെ സിനിമകളും കാര്യങ്ങളൊക്കെ അറിയാം എത്ര കിട്ടുന്ന സിനിമയാണ്. ഓരോ കൊല്ലം മൂപ്പർ എപ്പോഴെങ്കിലും ആ സിനിമ ഇറക്കുന്നത്. അതിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് നമ്മളെല്ലാം. സോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എക്സ്പെക്റ്റേഷൻ എനിക്ക് തീരെ ഇല്ലാന്ന് ഞാൻ പറയാനുള്ളത്. പിന്നെ നെടുമുടി വേണ്ടിയുള്ള അപ്പിയറൻസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. സോ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു കാര്യമില്ലാത്ത പോലെ ഫീൽ ചെയ്തു ഹോൾ ട്രെയിലർ ഇങ്ങനെ അതിനെക്കൊണ്ട്. സോ എനിക്ക് അത്രേ പറയാൻ ട്രെയിലറിനെ പറ്റിയിട്ട്. ഫുൾ എനിക്ക് ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെയാണ് എനിക്ക് സിനിമേൻ്റെ ട്രെയിലർ തോന്നിയിട്ടുള്ളത്. സോ എനിക്ക് എത്ര പറയാനുള്ളത് ഈ സിനിമേൻ്റെ ട്രെയിലറെ പറ്റിയിട്ട് വേറെ കൂടുതലൊന്നുമില്ല.